നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ അറസ്റ്റിൽ. അന്വേഷണ രേഖകൾ വേണമെന്ന ഇഡിയുടെ ഹർജി. കോടതി ഉത്തരവ് വെള്ളിയാഴ്ച. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പീഡന പരാതി. രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ശനിയാഴ്ച പരിഗണിക്കുമെന്ന് സെഷൻസ് കോടതി. കേരള പോസ്റ്റൽ സർക്കിളിലെ ക്രിസ്തുമസ് ആഘോഷം. RSS ഗണഗീതാലാപനം വേണമെന്ന ആവശ്യത്തിനെതിരെ CPM കേന്ദ്രത്തിന് കത്തെഴുതി ജോൺ ബ്രിട്ടാസ് MP. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ഭീകരവാദത്തെ കൂട്ടായി ചെറുക്കും. ലോക സമാധാനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്നും നരേന്ദ്രമോദി. 2020 ICC റാങ്കിംഗ്. ബൌളർമാരിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി വരുൺ ചക്രവർത്തി. ബാറ്റർമാരിൽ അഭിഷേക് ശർമ്മ ഒന്നാമത്. അർഷിദ്ദീപിനും തിലക് വർമ്മയ്ക്കും നേട്ടം. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു മുൻ ഉദ്യോഗസ്ഥൻ കൂടി അറസ്റ്റിൽ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് SIT അറസ്റ്റ് ചെയ്തത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വെള്ളിയാഴ്ച ഉണ്ടാകും. 2019 ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശബരിമല AO ആയിരുന്നു ശ്രീകുമാർ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. ഉദ്യോഗസ്ഥനെന്ന നിലയിൽ മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയതെന്നാണ് SITയുടെ കണ്ടെത്തൽ. മുരാരി ബാബു നൽകിയ കത്ത് ഉചിതമായ തീരുമാനമെടുക്കുന്നതിനെ ബോർഡിനെ കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും താൻ വിരമിച്ചതിനു ശേഷമാണ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നുമായിരുന്നു N വാസുവിന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് മറ്റന്നാൾ. ഹർജിയിൽ ഇഡിയുടെയും SITയുടെയും വാദം പൂർത്തിയായി. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIRഉം റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് ഇഡി കോടതിയെ സമീപിച്ചത്. എന്നാൽ രേഖകൾ കൈമാറുന്നതിൽ SIT രേഖാമൂലം എതിർപ്പറിയിച്ചു. ഇഡിക്ക് രേഖകൾ നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ അറിയിച്ചത്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിക്കില്ലെന്നും SIT വാദിച്ചു. അതേസമയം ഇഡിയുടെ അന്വേഷണം എങ്ങനെയാണ് SITയുടെ അന്വേഷണത്തെ ബാധിക്കുക എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ചോദ്യം. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖകൾ ആവശ്യപ്പെട്ടതെന്നും ഇഡി വിജിലൻസ് കോടതിയിൽ വാദിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട വിവരമാണ് SIT വ്യവസായിയിൽ നിന്ന് തേടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അതീവ രഹസ്യമായാണ് വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ചെന്നിത്തല വഴിയാണ് വ്യവസായിയുടെ വിവരങ്ങൾ SITക്ക് ലഭിച്ചത്. ഡിസംബർ 14 രമേശ് ചെന്നിത്തലയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈച്ചൈക്കൽ ഓഫീസിലെത്തിയാണ് ചെന്നിത്തല മൊഴി നൽകിയത്. നേരത്തെ 2 തവണ ചെന്നിത്തല മൊഴി നൽകുമെന്ന് വാർത്തയുണ്ടായിരുന്നുവെങ്കിലും SITയുടെ അസൌകര്യങ്ങൾ മൂലം നീണ്ടുപോവുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 500 കോടി രൂപയുടെ തട്ടിപ്പാണ് ചെന്നിത്തല ആരോപിച്ചത്. തനിക്ക് പരിചയമുള്ള ഇന്ത്യക്ക് പുറത്തുള്ള വ്യവസായിയാണ് വിവരം നൽകിയതെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നു. തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞുവെന്നും അവരത് അന്വേഷിക്കട്ടെ എന്നുമായിരുന്നു മൊഴി നൽകിയ ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞത്. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച നേരത്തെ രമേശ് ചെന്നിത്തല SITക്ക് കത്ത് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ DGPക്ക് ലഭിച്ച പരാതി ADGPക്ക് കൈമാറി. പരാതി അന്വേഷിക്കുവാനും ആവശ്യമെങ്കിൽ കേസെടുക്കുവാനുമാണ് നിർദ്ദേശം. തിരുവാഭരണ പാദസംരക്ഷണ സമിതിയാണ് പാട്ടിനെതിരെ പരാതി നൽകിയത്. ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തി ഭക്തിഗാനത്തെ വികലമാക്കിയെന്നായിരുന്നു പരാതി. തിരുവാഭരണ പാദ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കൊയ്ക്കാലയാണ് പരാതിക്കാരൻ. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയത്. രാഷ്ട്രീയ ലാഭത്തിനുള്ള പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചു എന്നെല്ലാമാണ് പരാതിയിൽ പറയുന്നത്. ഭക്തരെ അപമാനിച്ചെന്നും പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. പോറ്റിയെ കേറ്റിയെ ഭക്തിഗാനത്തിന്റെ എണ്ണത്തിൽ പാരഡി ഇറക്കിയത് ശരിയായില്ലെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു.
രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പാട്ടിറക്കിയത്. വിഷയം ഗൌരവമായി പരിശോധിക്കണം. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്. ഭക്തിഗാനങ്ങളെ ഇങ്ങനെ വികലമായി ഉപയോഗിക്കരുത്. ഇവിടെ ശരണമന്ത്രത്തെയാണ് രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തത്. പരാതിയിൽ കർശന നടപടി വേണമെന്നും രാജു എബ്രഹാം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഒരു പാട്ടിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്ന് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. ഇനിയെല്ലാം പോലീസ് തീരുമാനിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പാർലമെന്റ് വളപ്പ് പാരടിപ്പാട്ട് പാടാനുള്ള ഇടമായി UDF MPമാർ കരുതിയിരിക്കണമെന്നും EP പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വെണ്ടിട്ടായി ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോയോ? ആ സംഭവം നടന്ന സ്ഥലത്ത് പോയോ? അവിടെ പോയിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നത്? ഞാനവിടെ പോയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ പോയി. അവരിൽ നിന്നും ഇത്തരം ഒരു സംഭവത്തെക്കുറിച്ച് കേട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സാധാരണഗതിയിലുള്ള കാരണം ഈ ക്രിസ്തുമസ് ഒക്കെ വരുമ്പോൾ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പുതുവർഷാഘോഷം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓലപ്പടക്കങ്ങളും അതുപോലെ തന്നെ കെട്ടുപടക്കങ്ങളും ഒക്കെ ഉണ്ടാക്കും. പാട്ടിനെതിരായ പരാതിയിൽ പ്രതികരിച്ച് KC വേണുഗോപാൽ MP. പാട്ടിലും വർഗീയത കാണുകയാണ് CPM. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തണം. തോൽവിയുടെ കാരണം കണ്ടെത്താതെ പാട്ട് എഴുതിയ കുട്ടികൾക്ക് എതിരെ കേസെടുക്കാനാണ് CPM മെനക്കെടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു പാട്ടിന്റെ കോകാര്യം കൊണ്ട് ഒരു പാട്ട് കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത്. സോണിയാഗാന്ധിയെ കുറിച്ച്, നരേന്ദ്രമോദിയെ കുറിച്ച്, അല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് എന്തെല്ലാം പാട്ടുകൾ ആരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ആ രീതിയിൽ അതിനെ കാണുന്നതിന് പകരം അത് വേറെ രീതിയിൽ കാണുന്നത് എന്തിനാണ്? അതിലും വർഗീയത കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷവും ആ ഒരു സമീപനത്തിൽ നിന്ന് ഇപ്പം നിങ്ങളിപ്പോൾ ഇന്നലെ കണ്ടതല്ലേ, അവരുടെ വിലയിരുത്തൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കുമല്ലോ. ഭരണ പരാജയമല്ല, ഭരണത്തിന്റെ മേന്മയാണ്. VC നിയമനത്തിൽ ഗവർണർ സർക്കാർ സമവായമായി. സിസ തോമസിനെ KTU വൈസ് ചാൻസലറാക്കി ഉത്തരവിറക്കി. ലോക് ഭവനാണ് ഉത്തരവിറക്കിയത്. സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി നിയമിച്ചു. നിയമനം ലഭിച്ചതിന് പിന്നാലെ സിസ തോമസ് KTU VC-ആയി ചുമതലയേറ്റു. KTU വൈസ് ചാൻസലറായ സിസ തോമസ് ഗവർണറുടെ നോമിനിയാണ്. ഗവർണർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനം. ഇരുവരുടെയും നിയമനം 4 വർഷത്തേക്കാണ്. കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കേരള ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള സമവായത്തിലെത്തുന്നതിൽ സർക്കാരും ഗവർണറും പരാജയപ്പെട്ടിരുന്നു. സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് സുധാംശു ധൂലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായപ്രകാരമുള്ള മുൻഗണനാക്രമം നിശ്ചയിച്ച് ഗവർണർക്ക് കൈമാറണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. മുഖ്യമന്ത്രി നൽകിയ പേരുകളിൽ എന്തെങ്കിലും വിയോജിപ്പോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ ചാൻസലർക്ക് അക്കാര്യം അറിയിക്കാമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ നിലയിൽ മുഖ്യമന്ത്രി മുൻഗണന നിശ്ചയിച്ച പേരുകൾ കൈമാറിയിട്ടും തീരുമാനമെടുക്കാൻ ഗവർണർ കാലതാമസം വരുത്തിയത് സുപ്രീം കോടതിയുടെ വിമർശനത്തിന് വഴിതെളിയിച്ചു. സ്ഥിരം VC-മാരുടെ നിയമനം സുപ്രീം കോടതി നേരിട്ട് നടത്തുമെന്നും പറഞ്ഞിരുന്നു. VC നിയമനത്തിനായി മുദ്രവെച്ച കവറിൽ ഓരോ പേരുകൾ വീതം നൽകാൻ സുപ്രീം കോടതി സുധാംശു ധൂലിയ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തുകയും ഇരുവിഭാഗവും സമവായത്തിലെത്താൻ തീരുമാനിച്ചതും. ന്യൂസ് ഡെസ്ക് ജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആകെ വോട്ടിൽ കുതിച്ച UDF. LDF-നേക്കാൾ 7.5 ലക്ഷം വോട്ടുകളാണ് UDF അധികം നേടിയത്. LDF-നേക്കാൾ 3.5% വോട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ അധികം നേടിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നേക്കാൾ 5.40 ലക്ഷം വോട്ട് LDF-ന് ലഭിച്ചിരുന്നു. ഇതിനെ മറികടന്നാണ് ഇത്തവണത്തെ UDF മുന്നേറ്റം. 89.69 ലക്ഷം വോട്ടാണ് UDF-ന് ഇത്തവണ ലഭിച്ചത്. കഴിഞ്ഞ തവണ കിട്ടിയ 79.07 ലക്ഷം വോട്ടായിരുന്നു UDF പെട്ടിയിലായത്. 10.62 ലക്ഷം വോട്ടുകൾ അധികം ലഭിച്ചു. LDF കഴിഞ്ഞ തവണ നേടിയ 84.48 ലക്ഷം വോട്ടിൽ നിന്ന് 2.32 ലക്ഷം വോട്ട് ഇക്കുറി കുറഞ്ഞു. 82.16 ലക്ഷം വോട്ടാണ് ഇത്തവണ കിട്ടിയത്.
കഴിഞ്ഞ തവണ 31.65 ലക്ഷം വോട്ട് കിട്ടിയ NDAക്ക് 32.17 ലക്ഷം വോട്ടാണ് ഇത്തവണ ലഭിച്ചത്. മലപ്പുറം ജില്ലയിലാണ് UDFന് ഏറ്റവും കൂടുതൽ വോട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ UDFന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചു. കണ്ണൂരിലാണ് LDFന് ഏറ്റവും കൂടുതൽ വോട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ LDF കൂടുതൽ വോട്ട് നേടി. 6 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മലപ്പുറം ജില്ലയിൽ UDFന് ലഭിച്ചത്. കണ്ണൂരിൽ 83,041 വോട്ടുകൾ LDFന് അധികം ലഭിച്ചു. എറണാകുളത്ത് 1.41 ലക്ഷം, കോട്ടയം 64,591, ഇടുക്കി 63,249, കോഴിക്കോട് 58,545, കാസർഗോഡ് 58,477, പത്തനംതിട്ട 49,305, വയനാട് 47,300 എന്നിങ്ങനെയാണ് UDFന്റെ ഭൂരിപക്ഷം. കണ്ണൂർ 83,041, തൃശൂർ 67,714, പാലക്കാട് 65,406, തിരുവനന്തപുരം 43,137, കൊല്ലം 39,746, ആലപ്പുഴ 30,951 എന്നിങ്ങനെയാണ് LDFന്റെ ഭൂരിപക്ഷം. NDAക്ക് 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചെന്നാണ് കണക്കുകൾ. 32.17 ലക്ഷം വോട്ടുകളാണ് NDAക്ക് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. മുന്നണി മാറ്റ ചർച്ചകളെ തുടർന്ന് ജോസ് കെ മാണി രൂക്ഷ വിമർശനമുയർത്തിയതോടെ കടുത്ത അതൃപ്തിയിൽ PJ ജോസഫ്. ഇനിയും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്ന നിലപാട് ആവർത്തിക്കരുതെന്ന് PJ ജോസഫ് UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടേക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കുകളെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാനാണ് ജോസ് കെ മാണി ശ്രമിക്കുന്നതെന്നാണ് PJ ജോസഫ് വിഭാഗത്തിന്റെ അഭിപ്രായം. പരിഹാസ രൂപേണയുള്ള പ്രതികരണമാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പരുന്തിനു മുകളിലിരിക്കുന്ന കുരുവിയാണ് ജോസഫ് വിഭാഗം എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പരാമർശം. എന്നാൽ അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് PJ ജോസഫ്. എങ്കിലും തന്റെ അതൃപ്തി ജോസഫ് മുന്നണിയെ അറിയിക്കും. 1000-ഓളം സീറ്റിൽ മത്സരിച്ച് 25% പോലും സീറ്റിൽ ജയിക്കാത്ത ഒരു പാർട്ടി 640-ഓളം സീറ്റിൽ മത്സരിച്ച് 340-ഓളം സീറ്റിൽ ജയിച്ച ഒരു പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്റ്റേറ്റ് കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. കോട്ടയം ജില്ലയിൽ തന്നെ 120-ഓളം സീറ്റിലാണ് പാർട്ടി നേരിട്ട് മത്സരിച്ചതെന്നും അതിൽ തന്നെ ഏകദേശം 68%-ഓളം വിജയം സ്വന്തമാക്കാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കത്തിനും കേരള കോൺഗ്രസ് എതിരല്ലെന്നും എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ മാണി ഗ്രൂപ്പ് വരുന്നത് മുന്നണിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നും അപ്പു ജോസഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. കൊച്ചി മേയർ സ്ഥാനത്തിനായി കോൺഗ്രസിൽ പിടിവലി. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയറാകുന്നത് തടയാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ നീക്കം തുടങ്ങി. പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ഭൂരിപക്ഷം നോക്കി കൊച്ചി മേയറെ തീരുമാനിക്കണമെന്ന ആവശ്യം KPCCക്ക് മുന്നിൽ ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ ശ്രമം. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നീ മൂന്നിലൊരാളാവും കൊച്ചിയുടെ പുതിയ മേയറെന്ന് കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവരിൽ ആരെ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദീപ്തി മേരി വർഗീസിന് തന്നെയാണ് ആദ്യ പരിഗണന. KSU കാലം മുതൽ സംഘടനയുടെ ഭാഗമായ ദീപ്തിക്ക് മേയർ സ്ഥാനം നൽകേണ്ടത് സ്വാഭാവിക നീതിയാണെന്ന് വാദിക്കുന്നവരേറെയാണ് പാർട്ടിയിൽ. എന്നാൽ ജില്ലയിലെ പ്രധാന നേതാക്കളിൽ ചിലർക്ക് ദീപ്തി മേയറാകുന്നതിൽ എതിർപ്പുണ്ട്. ഈ സാഹചര്യത്തിലാണ് മിനിമോളുടെയും ഷൈനി മാത്യുവിന്റെയും പേരുകൂടി ചർച്ചകളിലേക്ക് വരുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ അഭിപ്രായം തേടിയ ശേഷമേ മേയറെ തീരുമാനിക്കാവൂ എന്നാണ് ഇവരുടെ ആവശ്യം. KPCC, AICC നേതൃത്വങ്ങളിൽ ദീപ്തിക്കുള്ള സ്വാധീനം മനസ്സിലാക്കിയാണ് കൌൺസിലർമാരുടെ തലയെണ്ണിയുള്ള തീരുമാനം വേണമെന്ന ആവശ്യം പാർട്ടിയിലെ ദീപ്തി വിരുദ്ധ ചേരി ഉന്നയിക്കുന്നത്. സമുദായ നേതാക്കളെ ഇറക്കിയുള്ള സമ്മർദ്ദത്തിനും നീക്കം നടക്കുന്നുണ്ട്. തർക്കം വന്നാൽ 2.5 വർഷം വീതം മേയർ പദവി വീതിച്ചു നൽകുന്ന കാര്യവും നേതൃത്വത്തിനെ പരിഗണിക്കേണ്ടി വരും. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ് മേയറെങ്കിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഡെപ്യൂട്ടി മേയറെ നിയോഗിക്കുന്നതിനെ കുറിച്ചാണ് മറ്റൊരു ചർച്ച. മുതിർന്ന നേതാവ് KVP കൃഷ്ണകുമാറും യുവ കൌൺസിലർ ദീപക് ജായുമാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ. ന്യൂസ് ഡെസ്ക് ജീവൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ LDFനും UDFനും പിന്തുണ നൽകേണ്ടെന്ന തീരുമാനത്തിൽ BJP. സംസ്ഥാന നേതൃത്വമാണ് ജില്ലാ ഘടകങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. 3 അതിൽ കൂടുതലോ അംഗങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനും BJP നേതൃത്വം നിർദ്ദേശം നൽകി. തീരുമാനം പാലിക്കണമെന്നും
വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJP ഒന്നാം സ്ഥാനത്തോ മറ്റു രണ്ട് മുന്നണികൾക്കും ഒപ്പമോ എത്തിയ 46 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ഇരു മുന്നണികൾക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത 100-ലധികം സ്ഥലത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ BJP അംഗങ്ങളുടെ വോട്ട് നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ജീവൻ. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റ വിവാദങ്ങൾക്കിടെ പുതുതായി പാസാക്കുന്ന നിയമങ്ങൾക്ക് ഹിന്ദിയിൽ പേരിടുന്നതിനെ ചൊല്ലിയും ഭിന്നത. സാധാരണയായി ബില്ലുകൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പേര് നൽകുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. സമീപകാലത്തായി ഹിന്ദി പേരുകൾ മാത്രമാണ് നിയമങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകി വരുന്നതെന്നും ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇതെന്നുമാണ് ഉയരുന്ന പ്രധാന ആരോപണം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പകരം കൊണ്ടുവന്ന പേര് ജിറാംജി എന്നാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ എന്നാണ് ബില്ലിന്റെ പൂർണ്ണരൂപം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾക്കായുള്ള ബില്ലിന്റെ പേര് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠൻ ബിൽ എന്നാണ്. ഇൻഷുറൻസ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനായി കൊണ്ടുവന്ന ബില്ലിന്റെ പേര് സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ എന്നാണ്. ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ മേഖലയ്ക്ക് പ്രവേശനം അനുവദിക്കുന്നതിനായുള്ള ബിൽ പക്ഷെ ഇംഗ്ലീഷിലാണ്. സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ബില്ലിന്റെ പേര്. ഇതിനെ ചുരുക്കി ശാന്തി എന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം വന്ന നിയമങ്ങളുടെ പേര് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിങ്ങനെയായിരുന്നു. 1934 എയർക്രാഫ്റ്റ് ആക്ടിന് പകരം കൊണ്ടുവന്ന നിയമനത്തിന്റെ പേര് ഭാരതീയ വായുയാൻ വിധേയക് എന്നാണ്. ബില്ലുകളുടെയും നിയമനങ്ങളുടെയും പദ്ധതികളുടെയും പേരിലെ ഹിന്ദിവൽക്കരണത്തിനെതിരെ പ്രതിപക്ഷ എംപിമാർ രംഗത്തെത്തിയിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരവും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഹിന്ദി സംസാരിക്കാത്ത ജനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നേരായ അധിക്ഷേപമാണിതെന്നാണ് ചിദംബരം പറഞ്ഞത്. കഴിഞ്ഞ 75 വർഷമായി ആർക്കും ബുദ്ധിമുട്ടില്ലാതിരുന്ന ആ പതിവിൽ എന്തിനാണ് സർക്കാർ മാറ്റം വരുത്തുന്നതെന്നാണ് ചിദംബരം ചോദിച്ചത്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ എല്ലാ ബില്ലുകളും നിയമനങ്ങളും ഓർഡിനൻസുകളും ഉത്തരവുകളും നിയമങ്ങളും ചട്ടങ്ങളും ഉപനിയമങ്ങളും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നടപടികളും വരെ ഇംഗ്ലീഷിലായിരിക്കണമെന്നാണ് പറയുന്നത്. ഇതിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ സമീപകാലത്ത് പുറത്തിറക്കിയ നിയമങ്ങളുടെയും ബില്ലുകളുടെയും എല്ലാം പേരുകൾ. ന്യൂസ് ഡെസ്ക് ജീവൻ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രിയുമായി എത്യോപ്യൻ പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ എത്യോപ്യ ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്തുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. വ്യാപാര, പ്രതിരോധ, കാർഷിക രംഗങ്ങളിൽ എത്യോപ്യയുമായുള്ള സഹകരണത്തിലുള്ള സന്നദ്ധത മോഡി അറിയിച്ചു. एक्सेलेंसी, my brother, my friend, इथियोपिया की यात्रा करके सच में मुझे बहुत खुशी हो रही है. मुझे अपनेपन और गहरी आत्मीयता का उसका बहुत गहरा अनुभव हुआ है. ഇരു രാജ്യങ്ങളും തമ്മിൽ 3 ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ പ്രധാനമന്ത്രിക്ക് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് സമ്മാനിച്ചു. 2011 ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്യോപ്യ സന്ദർശിക്കുന്നത്. എത്യോപ്യയ്ക്ക് ശേഷം മോഡി ഒമാൻ സന്ദർശിക്കും. ഒമാൻ സന്ദർശനം കൂടി പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക് ജീവൻ. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും എത്യോപ്യയും പ്രാദേശിക സമാധാനം, സുരക്ഷ, കണക്ടിവിറ്റി എന്നിവയിൽ സ്വാഭാവിക പങ്കാളികളാണെന്ന് മോദി പറഞ്ഞു. പ്രതിരോധ സഹകരണ കരാർ, സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായങ്ങൾ എന്നിവയിലെ സഹകരണം സംബന്ധിച്ചും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ശേഷമുള്ള ഐക്യദാർഢ്യത്തിനും തീവ്രവാദത്തിനെതിരായ സഹിഷ്ണുതയോടുള്ള ഉറച്ച പ്രതിബദ്ധതയ്ക്കും എത്യോപ്യയോട് മോദി നന്ദി പറഞ്ഞു. In India, we also enjoy eating Sri Anna, millets like ragi and bajra. So, the flavor of Ethiopian taf is very comforting for us. And since we enjoy eating the Indian thali, the European bayanetu
also feels very familiar to us. കേരള പോസ്റ്റൽ സർക്കിളിലെ ക്രിസ്തുമസ് ആഘോഷത്തിൽ RSS ഗണഗീതം ആലപിക്കണമെന്ന ആവശ്യത്തിനെതിരെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP നിർദ്ദേശം തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് MP കത്തയച്ചു. തപാൽ വകുപ്പ് തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്ത് ഔദ്യോഗിക ക്രിസ്മസ് ആഘോഷത്തിനിടെ RSS ഗണഗീതം ആലപിക്കുവാൻ അനുവാദം നൽകണമെന്ന BJP അനുകൂല തൊഴിലാളി സംഘടനയുടെ ആവശ്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് MP കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും കേന്ദ്ര പോസ്റ്റൽ വകുപ്പ് സെക്രട്ടറിക്കും കേരള പോസ്റ്റൽ സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിനും കത്ത് നൽകിയത്. കേരള പോസ്റ്റൽ സർക്കിൾ ക്രിസ്മസ് പരിപാടികൾക്കിടയിൽ ദേശസ്നേഹം ഊട്ടിയുറപ്പിക്കുവാനെന്ന പേരിൽ RSS ഗണഗീതം ആലപിക്കുവാൻ അനുവാദം നൽകണമെന്നാണ് BJP അനുകൂല സംഘടന ആവശ്യപ്പെട്ടത്. ആഘോഷത്തിൽ എല്ലാ ജീവനക്കാരും പങ്കെടുക്കുന്നതിന് വേണ്ട നിർദ്ദേശം നൽകണമെന്നും പരിപാടിയുടെ വീഡിയോ ചിത്രീകരിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്നും വീഡിയോ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പ്രചരിപ്പിക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടാണ് BMSന് കീഴിൽ വരുന്ന ഭാരതീയ പോസ്റ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എംപ്ലോയീസ് യൂണിയൻ പോസ്റ്റൽ വകുപ്പ് അധികാരികൾക്ക് കത്ത് നൽകിയത്. ഒരു പ്രത്യേക സംഘടനയുടെ ആശയങ്ങളെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം ആശങ്കാജനകമാണെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. യഥാർത്ഥ ദേശസ്നേഹം ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയിലൂടെയാണ് ഉണ്ടാകേണ്ടത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പരിപാടിയിൽ RSSുമായി ബന്ധപ്പെട്ട ഗണഗീതം ഉൾപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. സർക്കാർ ഓഫീസിൽ സംഘടിപ്പിക്കുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയധാരയുമായി ബന്ധപ്പെട്ട ഗാനത്തെ ഉൾപ്പെടുത്താനുള്ള ശ്രമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് MP വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിലെ രണ്ടാം പ്രതിയും സുഹൃത്തുമായ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മാറ്റിവെച്ചു. ഡിസംബർ 20 തിരുവനന്തപുരം സെഷൻസ് കോടതി അപേക്ഷ പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവതിയുടെ ബലാത്സംഗ പരാതിയിൽ രണ്ടാം പ്രതിയാണ് ജോബി. ഗർഭഛിദ്രത്തിനായി യുവതിക്ക് മരുന്നെത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബിയായിരുന്നു. ഗർഭഛിദ്രം നടത്താൻ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാൾക്കെതിരെ കേസെടുത്തത്. ബിസിനസ്സുകാരനായ ജോബി ഒളിവിലാണ്. എന്നാൽ മരുന്നെത്തിച്ചു നൽകിയത് യുവതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മരുന്ന് എന്തിനുള്ളതാണെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നുമാണ് ജോബി അപേക്ഷയിൽ പറയുന്നത്. ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നാണ് കഴിച്ചതെന്നും പിന്നാലെ അമിത രക്തസ്രാവം ഉണ്ടായെന്നും തുടർന്ന് വൈദ്യസഹായം തേടിയെന്നും യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഈ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. ഉപാധികളോടെയായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചത്. യുവതിയുടെ ബലാത്സംഗ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. പുതിയ T20 റാങ്കിങ്ങിൽ നേട്ടം കൊയ്ത് ഇന്ത്യൻ താരങ്ങളായ അർഷ്ദീപ് സിംഗും വരുൺ ചക്രവർത്തിയും തിലക് വർമ്മയും. ബൌളർമാരിൽ ഒന്നാം സ്ഥാനം വരുൺ ചക്രവർത്തി നിലനിർത്തി. പുതിയ T20 റാങ്കിങ്ങിൽ സഞ്ജുവിനും ഗില്ലിനും സൂര്യയ്ക്കും സ്ഥാനനഷ്ടമുണ്ടായി. ബുംറയുടെ റെക്കോർഡ് വരുൺ ചക്രവർത്തി തകർക്കുകയും ചെയ്തു. ബൌളർമാരിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ വരുൺ ചക്രവർത്തി ഒന്നാം സ്ഥാനത്തൊരു ഇന്ത്യൻ ബൌളർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കി. 2017 ബുംറ നേടിയിരുന്ന 783 റേറ്റിംഗ് പോയിന്റിന്റെ റെക്കോർഡാണ് ചക്രവർത്തി മറികടന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ മികവ് കാട്ടിയതോടെ ബൌളർമാരുടെ റാങ്കിങ്ങിൽ 4 സ്ഥാനം ഉയർന്ന ഇന്ത്യൻ പേസർ അർഷ്ദീപ് സിംഗ് 16ാം സ്ഥാനത്തെത്തി. ബൌളിംഗ് റാങ്കിൽ 14 സ്ഥാനം മെച്ചപ്പെടുത്തി 25ാം സ്ഥാനത്തെത്തിയ ദക്ഷിണാഫ്രിക്കയുടെ മാർക്കോ യാൻസനാണ് ഏറ്റവുമധികം നേട്ടം കൊയ്ത മറ്റൊരു ബൌളർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം T20 അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ ഇന്ത്യൻ താരം തിലക് വർമ്മ 2 സ്ഥാനം ഉയർന്ന് ബാറ്റിംഗ് റാങ്കിൽ 4ാം സ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ മറ്റൊരു ഇന്നിംഗ്സ് കളിക്കാനായില്ലെങ്കിലും 909 റേറ്റിംഗ് പോയിന്റുമായി അഭിഷേക് ശർമ്മ 1ാം സ്ഥാനം നിലനിർത്തി. മോശം ഫോം തുടരുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 1 സ്ഥാനം താഴേക്കിറങ്ങി. ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല 2 സ്ഥാനം താഴേക്കിറങ്ങി 30ാം സ്ഥാനത്തേക്ക് വീണു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ 2 മത്സരങ്ങളിലും ഗിൽ 0-ന് പുറത്തായിരുന്നു.
പ്ലേയിംഗ് 11-ൽ നിന്ന് തുടർച്ചയായി അവഗണിക്കപ്പെടുന്ന മലയാളി താരം സഞ്ജു സാംസണും റാങ്കിങ്ങിൽ തിരിച്ചടി നേരിട്ടു. പുതിയ റാങ്കിങ്ങിൽ 3 സ്ഥാനം താഴേക്കിറങ്ങിയ സഞ്ജു 46-ാം സ്ഥാനത്താണ്. സ്പോർട്സ് ഡെസ്ക് ജീവൻ. കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ വിജയം. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ബാഴ്സലോണ ജയിച്ചത്. കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണ മിന്നും ജയമാണ് സ്വന്തമാക്കിയത്. സ്പാനിഷ് ക്ലബായ സ്പോർട്ടിവോ ഗ്വാഡലഹാര എഫ്സിക്കെതിരായ മത്സരത്തിലായിരുന്നു ജയം. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ബാഴ്സലോണ വിജയം സ്വന്തമാക്കിയത്. ക്രിസ്ത്യൻസൺ, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരാണ് ബാഴ്സലോണയ്ക്കായി ഗോളുകൾ നേടിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ അറസ്റ്റിൽ. അന്വേഷണ രേഖകൾ വേണമെന്ന ഇഡിയുടെ ഹർജി കോടതി ഉത്തരവ് വെള്ളിയാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതി 2ാം പ്രതി ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ശനിയാഴ്ച പരിഗണിക്കുമെന്ന് സെഷൻസ് കോടതി. കേരള പോസ്റ്റൽ സർക്കിളിലെ ക്രിസ്തുമസ് ആഘോഷം RSS ഗണഗീതാലാപനം വേണമെന്ന ആവശ്യത്തിനെതിരെ CPM കേന്ദ്രത്തിന് കത്തെഴുതി ജോൺ ബ്രിട്ടാസ് MP. എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീകരവാദത്തെ കൂട്ടായി ചെറുക്കും. ലോകസമാധാനത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്നും നരേന്ദ്രമോദി. 2020 ICC റാങ്കിംഗ് ബൌളർമാരിൽ 1ാം സ്ഥാനത്ത് നിലനിർത്തി വരുൺ ചക്രവർത്തി. ബാറ്റർമാരിൽ അഭിഷേക് ശർമ്മ 1ാമത്. അർഷിദ് ദീപിനും തിലക് വർമ്മയ്ക്കും നേട്ടം. നമസ്കാരം.